ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് എനിക്ക് മെനോപോസ് ആയപ്പോൾ അതിനു മുമ്പും ആയതിനു ശേഷവും അനുഭവപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ആദ്യമായി ഞാൻ പറയട്ടെ, എല്ലാവർക്കും വ്യത്യാസമായ അനുഭവങ്ങളായിരിക്കും. എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. നിങ്ങൾക്ക് എനിക്ക് എഴുതാം, അതുപോലെ തന്നെ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. ഒരു ഏജിൽ ഈ പീരീഡ് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്, ഇതൊരു നാശം തന്നെ, ഇത് എത്രയും പെട്ടെന്ന് നിന്നാൽ മതി എന്നുള്ളൊരു തോന്നലാകും. പക്ഷേ അത് നിന്ന് കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ പ്രാധാന്യം. നമുക്ക് ശരീരത്തിനുണ്ടാകുന്ന ചേഞ്ചുകൾ, നമ്മളെ സ്കിന്നിലുണ്ടാകുന്ന ടെക്സ്ചർ ചേഞ്ച്, നമ്മുടെ ശരീരം ഡ്രൈ ആവുക, അതുപോലെ തന്നെ ഹോട്ട് ഫ്ലാഷസ് ഉണ്ടാവുക, ചൊറിച്ചിൽ അനുഭവപ്പെടുക, ചെവി ചൂടാകുക, നൈറ്റ് സ്വെറ്റ്സ്, എപ്പോഴും ഡ്രൈനെസ്, ഈവൻ നമ്മളെ മൗത്ത് പോലും ഡ്രൈ ആവും. പിന്നെ ചുണ്ടിന് ചുറ്റാകും ഒരു നീറ്റൽ, പുറത്ത് പല ഭാഗങ്ങളിലും ചൊറിയുക. ഈ എല്ലാ സിംറ്റംസും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഞാൻ ചില വൈറ്റമിൻസും മിനറൽസും ഫിഷ് ഓയിൽസും കഴിക്കേണ്ടി വന്നു. ഇത് ഇപ്പോഴും തുടർന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ ശരീരപ്രകൃതമായിരിക്കും, ഓരോ ആവശ്യങ്ങളും ആയിരിക്കും. അതുപോലെ ഈ പ്രായത്തിൽ ഞങ്ങൾ ഹെൽത്തിയായി തന്നെ ആഹാരം തിരഞ്ഞെടുക്കുകയും ഹെൽത്തിയായി തന്നെ കഴിക്കുകയും വേണം. എക്സസൈസ് ഒരു മസ്റ്റാണ്. അവരുടെ ശരീരപ്രകൃതം അനുസരിച്ചുള്ള എക്സസൈസ് ചെയ്യുക. ലൈറ്റായിട്ട് ചെയ്യുന്നതായിരിക്കും അഭികാമ്യം. യോഗ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാര്യം അത് ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് ആണ്. ഏക്സ് ആൻഡ് പെയിൻസ് കുറയ്ക്കുന്ന ഒരു എക്സസൈസാണ്. നടക്കുക മുതലായവ തീർച്ചയായിട്ടും പരിശീലിക്കണം. അതുപോലെ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വസ്ത്രങ്ങൾ, ചൂട് കുറഞ്ഞ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുക. നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വസ്ത്രങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ കഴിക്കുന്ന ആഹാരത്തിൽ മുളക് കുറയ്ക്കുക, എണ്ണ കുറയ്ക്കുക, മറ്റുള്ള സ്പൈസസ് ഹെവി ആയിട്ട് യൂസ് ചെയ്യാതിരിക്കുക. ആസിഡിറ്റി കൂട്ടാനുള്ള ഒരു സമയമാണ് ഈ മെനോപോസ് എന്ന് പറയുന്നത്. അതുപോലെ ദഹിക്കാൻ എളുപ്പമുള്ള ആഹാര സാധനങ്ങൾ തിരഞ്ഞെടുക്കുക. നട്ട്സും മീറ്റും എല്ലാം വൈകുന്നേരങ്ങളിൽ കഴിക്കാതിരിക്കുക. ഉച്ചയ്ക്ക് മാത്രം അത് കഴിക്കാൻ ശീലിക്കുക. ഇങ്ങനെയുള്ള ചേഞ്ചസ് വരുത്തുമ്പോൾ നമുക്ക് ദഹന പ്രക്രിയയെ അത് സഹായിക്കുകയും ചെയ്യും. യോഗട്ട് നമ്മളെ ഗുഡ് ബാക്ടീരിയയാണ് യോഗട്ടിലുള്ളത്. അത് ഉച്ചയ്ക്ക് കഴിക്കാൻ തന്നെ ശ്രമിക്കണം. അതുപോലെ തന്നെ നമുക്ക് കോക്കനട്ട് യോഗട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇതും നമ്മുടെ ദഹന പ്രക്രിയയെ ഹെൽപ്പ് ചെയ്യും. വൈസ്ലി ആയിട്ട് ഫുഡ് സെലക്ട് ചെയ്ത് നമ്മുടെ ആരോഗ്യത്തെ പോഷിപ്പിക്കുക. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ലിവിങ് സ്റ്റാൻഡേർഡും കീപ്പ് ചെയ്യുക. അല്ലെങ്കിൽ എണ്ണ തേച്ച് മസാജ് ചെയ്യുന്നത് നല്ലതായിരിക്കും നമ്മുടെ ഹോൾ ബോഡി. അതുപോലെ തന്നെ ഒരു സൗന്ദര്യ സംരക്ഷണത്തിനായി നല്ല കോസ്മെറ്റിക്സുകൾ ഉപയോഗിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ വേനൽക്കാലത്തെ അതിജീവിക്കാൻ സാലഡ്സുകൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. നല്ല ആഹാരം കഴിക്കുക, ഏളിയായിട്ട് കഴിക്കുക. അതുപോലെ തന്നെ രാത്രിയത്തെ ഭക്ഷണം വളരെ എളുപ്പത്തിൽ ദഹിക്കാവുന്ന ഭക്ഷണങ്ങൾ തന്നെ ഉൾപ്പെടുത്തുക. ആസിഡിറ്റിയും ദഹനക്കേടും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആസിഡ് കുറവുള്ള ഫുഡ് തിരഞ്ഞെടുക്കുക. 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഡോക്ടറുടെ കണ്ട് ബ്ലഡ് ടെസ്റ്റുകൾ എടുക്കണം. നമുക്ക് എന്തെങ്കിലും വൈറ്റമിൻ സിൻ്റെ കുറവുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അത് ഉപയോഗിക്കുകയും ചെയ്യുക. നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ള, നമ്മുടെ വയറെന്ന് പറയുന്നത് ഒരു ഡസ്റ്റ്ബിൻ അല്ല. നമ്മൾ നല്ല ആഹാരം കഴിച്ച് ശീലിക്കുക. അത് കുറച്ചായാലും കാണുന്നതെല്ലാം വലിച്ചു വാരി തിന്നരുത് ചെയ്യുക. സ്വസ്ഥവും സമാധാനമായ ഒരു ജീവിതം തുടർന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കണം. നമ്മൾ സ്വസ്ഥമായിട്ട് കുറച്ച് സമയം ഇരിക്കേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ മെഡിറ്റേഷനെ പരിശീലിക്കണം. ചെറിയ രീതിയിലുള്ള എക്സസൈസ് ദിവസവും ചെയ്യണം. നടക്കാൻ പോകണം. നമുക്ക് വേണ്ടി ആ സ്വന്തം 30 മിനിറ്റ് മാറ്റി വയ്ക്കണം. ഇതെല്ലാം നമുക്ക് അത്യാവശ്യമാണ്. പീരീഡ് നിന്നതുകൊണ്ട് നമ്മൾ വയസ്സായെന്നല്ല അർത്ഥം. നമുക്ക് ഇനി നല്ല കെയർ വേണം എന്നാണ് അർത്ഥം. അതുകൊണ്ട് നമ്മളുടെ ശരീരം കെയർ ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ ശ്രമിക്കണം. നമ്മളെ മറ്റുള്ളവർ നോക്കില്ല, നമ്മൾ സ്വയം തന്നെ നോക്കിയാലേ പറ്റുള്ളൂ. നമുക്ക് വേണ്ടി ആരും ടൈം അഡ്ജസ്റ്റ് ചെയ്യില്ല. നമ്മൾ തന്നെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെ ടേക്ക് കെയർ ചെയ്യണം. Thank you for watching and see you soon with another vlog. Till then, bye for now. Take care.